ഉള്ളതിലേക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു ഫീലിംഗ് എന്താണെന്നറിയാമോ? ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു വ്യക്തിക്ക് നമ്മൾ ഇമ്പോർട്ടന്റ് അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അപ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തോന്നും, ഇയാൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രത്തോളം ചിന്തിച്ച് വേസ്റ്റ് ആക്കിയത്. ഇതാലോചിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ആ വ്യക്തിയോട് നമ്മൾ പരിചയപ്പെട്ട കാലം മുതലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അയാൾക്ക് നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള കാര്യം. പല സൂചനകൾ കിട്ടിയിട്ടും ഉണ്ടാവാം. നമുക്ക് ഇതൊന്നും ഡൈജസ്റ്റ് ആവത്തില്ല. നമ്മൾ ഇതൊക്കെ അങ്ങ് മറന്നിട്ട് നമ്മുടെ സെൽഫ് റെസ്പെക്ട് പോലും അങ്ങ് നഷ്ടപ്പെടുത്തി എന്തെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷയോടുകൂടി അവരോടൊപ്പം അങ്ങ് ട്രാവൽ ചെയ്യും. എന്നാൽ ഒരു ദിവസം നമ്മുടെ തലച്ചോറ് നമ്മളെ ഓർമ്മിപ്പിക്കും, ഇതിൽ കൂടുതലൊന്നും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സഹനശേഷി മൊത്തം നഷ്ടപ്പെട്ടു എന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകും. സോ ഒരു കാര്യം മനസ്സിൽ വെച്ചിരിക്കുക, ഇറ്റ്സ് ഓക്കെ ടു ലൈക്ക് സംവൺ, ബട്ട് നെവർ ലൂസ് യുവർ ഓൾ സെൽഫ് റെസ്പെക്ട്. നിങ്ങളുടെ എല്ലാ സെൽഫ് റെസ്പെക്റ്റും നഷ്ടപ്പെടുത്തിയിട്ടാകരുത് അത്. ജീവിതം ചിലപ്പോൾ നമ്മളെ പിടിച്ചു നിൽക്കാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വിട്ടുപോകാൻ പഠിപ്പിക്കും.